ഗൈസ്, ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ ഒരു എക്സ്റ്റൻഷൻസും അല്ലെങ്കിൽ പുതിയ താരങ്ങളെ എത്തിക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ വരുന്നൊരു വാർത്തയാണ് ഒഡീഷ എഫ് സി അവരുടെ ബേസ് വീണ്ടും ഡൽഹിയിലേക്ക് മാറ്റുമോ എന്നുള്ളത്. നമുക്കറിയാം, ഇപ്പം ഡൽഹി ഡൈനാമോസ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് അവർ സെയിം ഓണേഴ്സ് തന്നെ, ഇപ്പം GMS ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയിം ഓണേഴ്സ് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ 2019 ഒഡീഷയിലേക്കുള്ള ഒരു ബേസ് മാറ്റുന്നത്. അതിൻ്റെ റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു എക്സ്പെൻസ്, ഡൽഹിയിലൊരു എക്സ്പെൻസ് വളരെ ഹെവി ആയിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഒഡീഷ എഫ് സി അല്ലെങ്കിൽ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഇപ്പോൾ നവീൻ പട്നായിക്കും ഒക്കെ ഇവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ, അവരുടെ ഒരു സ്പോർട്സ് പോളിസി അങ്ങനെയായിരുന്നു, വളരെ മികച്ചതായിരുന്നു. അപ്പോൾ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കറിയാം അവർക്ക് സ്റ്റേഡിയം ഫെസിലിറ്റി ആണെങ്കിലും ട്രെയിനിങ് ഫെസിലിറ്റി ഒക്കെ ആണെങ്കിലും ഫ്രീ ആണ്. അതുപോലെ അവർക്ക് ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മെയിൻ സ്പോൺസർ കൂടിയാണ് ഒഡീഷ ഗവൺമെൻറ് എന്നൊക്കെയുള്ള ഒരു വളരെ നല്ലൊരു സ്പോർട്സ് പോളിസി ആയിരുന്നു ഇപ്പം അവരുടെ ഒരു മന്ത്രിക്കും ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവരുടെ ഇപ്പം ബിജു ജനതാദൾ എന്ന് പറയുന്നൊരു പാർട്ടി ആയിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട്. ഇപ്പം അതായത് 2 decades ആയിട്ട് അവിടുത്തെ ഒരു മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടിരുന്നിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. എന്നാൽ ഇന്നലത്തെ ഒരു ഇലക്ഷൻ റിസൾട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഭരണം പോകുന്നു. ഇപ്പോൾ BJP ആ ഒരു ഒഡീഷയുടെ ഒരു ഇനി ഭരിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ചില വാർത്തകൾ പരക്കുന്നത്. ആക്ച്വലി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് വാർത്തകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ട്വിറ്റർ ഹാൻഡിൽസോ അല്ലെങ്കിൽ മറ്റു ചില സോഷ്യൽ മീഡിയ ഹാൻഡിൽസോ ഒക്കെ വഴി പല വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരിക്കുന്നൊരു കാര്യം മാത്രമാണ് ഇത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു ബിജു ജനതാദൾ പാർട്ടിക്ക് അല്ലെങ്കിൽ നവീൻ പട്നായിക് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, അവർക്കൊക്കെ അവരുടെ ഒരു സ്പോർട്സ് പോളിസി മികച്ചതായിരുന്നു. ഞാൻ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സമീപകാലത്തൊക്കെ അവരുടെ ഒരു സ്പോർട്സിലുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ അവർ ഫുട്ബോളിനെ വെൽക്കം ചെയ്യുന്നത്, ഒരുപാട് ഇൻ്റർനാഷണൽ ഫുട്ബോൾ മാച്ചസിന് ഒഡീഷ വേദിയാകുന്ന കാഴ്ച, അല്ലെങ്കിൽ മറ്റു ടൂർണമെൻറ്റ്സിന് വേദിയാകുന്ന കാഴ്ച ഒക്കെ നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് അവരുടെ ഒരു സ്പോർട്സ് പോളിസിയുടെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ പുതിയൊരു ഗവൺമെൻറ് വരുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ പുതിയ മന്ത്രി സഭയൊക്കെ വരുന്നൊരു സമയത്ത് ഇത് അവരെങ്ങനെ ഇത് ചെയ്യും എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഈ പറഞ്ഞ ഫെസിലിറ്റീസ്, ട്രെയിനിങ് ഫെസിലിറ്റീസും സ്റ്റേഡിയം ഫെസിലിറ്റീസും ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അവർക്കപ്പം വേണമെങ്കിൽ അവരെ എമൗണ്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഇപ്പം മെയിൻ സ്പോൺസർഷിപ്പ് ഉള്ളതാണ് ഒഡീഷ ഗവൺമെൻറ്. അപ്പം ആ ഒരു കാര്യം വേണമെങ്കിൽ പിൻവലിക്കാം. കാരണം ഫണ്ട് കൊടുക്കേണ്ടത് ഇവരാണല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കാം. കാരണം നേരത്തെ ഉണ്ടായിരുന്നവരല്ല ഇപ്പം വരാൻ പോകുന്നത് എന്നുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു വാർത്ത പടരുന്നതും. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രസക്തി പരിശോധിക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പറയാനുള്ളത്, സോഫാർ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ഇപ്പോൾ, അതായത് അവർ ബേസ് മാറ്റുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് പറയേണ്ടത്. ഈ വാർത്തകൾ ഇതുമായിട്ട് ഇലക്ഷൻ റിസൾട്ടുമായിട്ട് കണക്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ഒരു മന്ത്രിസഭയും കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ ഭരണം വരുന്നൊരു സമയത്ത് ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നോ സ്പോൺസർഷിപ്പ് കൊടുക്കണമെന്നോ നിർബന്ധമില്ല എന്നുള്ള സാഹചര്യമാണ്. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നത് ഡൽഹിയിലേക്കുള്ളൊരു തിരിച്ചുപോക്കെന്നുള്ളൊരു സാധ്യത ഉണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ, സ്റ്റേഡിയം റെൻ്റ് ആണെങ്കിലും മറ്റ് ഫെസിലിറ്റീൻ്റെ അങ്ങനെയാണ് ഇവർ ഒഡീഷയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ട്. അപ്പം വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു പോകുമെന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് സോ എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇത് ഒഡീഷ എഫ് സിക്ക് ഒരു കൺസേൺ ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്ക് എന്താണെങ്കിലും അറിയാം, നോക്കിക്കാണാം എന്തായിരിക്കും ഇനി ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യുമായിട്ടേക്കാണെങ്കിൽ സൈനിങ് ഓഫ്.